നമസ്കാരം. പ്രധാന വാർത്തകൾ. നേപ്പാളിലെ പ്രളയ ദുരന്തം കൺമുന്നിൽ കണ്ട നടുക്കത്തിൽ തൃശൂർ വേലൂർ സ്വദേശി ആൽബിനും ഗ്ലാഡ്വിനും. കാഠ്മണ്ഡുവിൽ നിന്ന് പൊഖാറ വഴി പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി മിന്നൽ പ്രളയം ഉണ്ടായത്. ഇരുവരും സുരക്ഷിതർ. ഗുരുവായൂർ നഗരത്തിലെ സ്വകാര്യ പാർക്കിംഗ് ഗ്രൌണ്ടുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് പരാതിയുമായി മുൻ നഗരസഭാ കൌൺസിലർ കെ സുമേഷ് കുമാർ. നഗരസഭ നിശ്ചയിച്ച ലൈസൻസ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ചില സ്വകാര്യ പാർക്കിംഗ് ഗ്രൌണ്ടുകൾ പ്രവർത്തിക്കുന്നതെന്ന് സുമേഷ് കുമാറിന്റെ ആരോപണം. കുന്നംകുളത്ത് പോലീസ് സംഘത്തിന് നേരെ ആക്രമണം. കാപ്പാപ്രതിയും സംഘവും പിടിയിൽ. 2 പോലീസുകാർക്ക് പരിക്ക്. വധശ്രമമടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ഗുരുവായൂർ സ്വദേശി അദീബിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. പാലുവായിലെ സ്ഥിരം കുറ്റവാളി രോഷനെതിരെ കാപ്പ ചുമത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. തിരുവോണ ദിവസം കോൺഗ്രസ് പ്രവർത്തകനായ റോയ് നീലങ്കാവിലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ പ്രളയ ദുരന്തം കൺമുന്നിൽ കണ്ട നടുക്കത്തിലാണ് വേലൂർ സ്വദേശി ആൽബിനും ഗ്ലാഡ്വിനും. കഴിഞ്ഞ 21-ാം തീയതിയാണ് വ്ളോഗറായ ആൽബിനും സുഹൃത്തായ ഗ്ലാഡ്വിനും വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി നേപ്പാളിലെത്തിയത്. ഇവർക്കൊപ്പം തൃശൂർ കൊരട്ടി സ്വദേശി സാൾമൺ ഉൾപ്പെടെ 36 പേരടങ്ങുന്ന മലയാളി സംഘവുമുണ്ട്. എല്ലാവരും സുരക്ഷിതരാണെന്ന് CCTV എരുമപ്പെട്ടി ബ്യൂറോയെ ആൽബിൻ അറിയിച്ചു. ഇവർ കാഠ്മണ്ഡുവിൽ നിന്ന് പൊഖാറ വഴി പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി മിന്നൽ പ്രളയം ഉണ്ടായത്. ഇവർക്ക് മുന്നിലും പുറകിലുമുള്ള 2 പാലങ്ങൾ ഒഴുകിപ്പോയതായും റോഡുകളും പാലങ്ങളും ഗ്രാമങ്ങളും ഉൾപ്പെടെ ഒഴുകിപ്പോകുന്നത് നേരിൽ കണ്ടതായും ആൽബിൻ പറഞ്ഞു. റോഡുകൾ വെള്ളത്തിൽ മുങ്ങിയും മണ്ണിടിച്ചിലും കാരണം പല ഭാഗങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയാണ്. തുടർന്ന് ദുർഘടമായ വഴികളിലൂടെ ചിത്വാൻ നാഷണൽ പാർക്കിന് സമീപമുള്ള താമസ സ്ഥലത്തെത്തിയെന്നും പിന്നീട് പൊഖാറിലെത്തിയിട്ടുണ്ടെന്നും ആൽബിൻ അറിയിച്ചു. തങ്ങൾ സുരക്ഷിതരാണെന്നും എന്നാൽ ഇന്റർനെറ്റ് ഉൾപ്പെടെ തകരാറിലായതിനാൽ നാട്ടിലുള്ളവരും മറ്റുമായി ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. അതേസമയം ദുരന്തത്തെക്കുറിച്ച് താൻ ചെയ്ത വീഡിയോ കണ്ട് ഇന്ത്യൻ എംബസി ബന്ധപ്പെട്ടിരുന്നെന്നും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തതായും ആൽബിൻ അറിയിച്ചു. ഈ മാസം 31-ന് ആൽബിനും ഗ്ലാഡ്വിനും നാട്ടിലെത്തും. ഒരു ഡാം പൊട്ടി 2-3 വില്ലേജ് ഒലിച്ചുപോയി, ഒരു പാൽ ഒലിച്ചുപോയി. ഫ്രണ്ടിലെ കുറെ മരങ്ങളാണ് ഒലിച്ചു പോണേ. ഞങ്ങൾ വരണൊഴിക്കായിരുന്നു ഈ ഒരു സംഭവം കണ്ടത്. നേപ്പാളിൽ അപ്രതീക്ഷിതമായിട്ട് വന്നൊരു പ്രളയാണ്. പ്ലസ് അതിന്റെ ഇടയിൽ തന്നെ ഇന്നത്തെ 2 ചെക്ക് ഡാമുകളും വലിയൊരു ഡാമൊക്കെ പൊട്ടിയെന്നവർ പറയുന്നുണ്ട്. കറക്റ്റ് സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ന്യൂസുകൾ അങ്ങനെ ഒഫീഷ്യലി വന്നു തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ അതിന്റെ തൊട്ട് സൈഡിലാണ് ഇങ്ങനെ നിൽക്കണേ. 2-3 വില്ലേജ്, പാലം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഒലിച്ചു പോണ നമ്മൾ ലൈവായിട്ട് കണ്ടു. നേപ്പാൾ ഇന്ത്യയിലേക്ക് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ ഇതൊക്കെ റെഡി ആവാൻ ഏകദേശം ഒരു 1 വീക്ക് അല്ലെങ്കിൽ 3 to 4 days ആവും പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ സേഫ് ആണ്. नेपाल का कुछ आदमी लोगों को कुछ हो गया, कुछ घर गया, കാണാതെ ഉണ്ട്. ഇനി എവിടെയെങ്കിലും പെട്ടെടുക്കുന്നവർക്കൊക്കെ ഞാൻ ഇന്ത്യൻ എംബസിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം കംപ്ലീറ്റ് നെറ്റ്വർക്ക് ഡൗൺ ആണ്. അതുപോലെ തന്നെ കറണ്ടും ആ ഏരിയയിൽ ഒട്ടുമില്ല. അതുപോലെ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾ 23 സൺഡേ ആണ് ഗോരഖ്പൂർക്ക് എത്തിയാന്ന്. കേരളത്തിൽ നിന്ന് ഗോരഖ്പൂർക്ക് എത്തിയ ഞങ്ങളുടെ അതേ കമ്പാർട്ട്മെന്റിൽ ലക്ഷ്മിസാഗർ B3 3rd AC കമ്പാർട്ട്മെന്റിൽ സീറ്റ് നമ്പർ 50 to 64. അതിനിടയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹായോ അല്ലെങ്കിൽ കമന്റിൽ സേഫ് ആണെന്ന് അറിയിക്കുക. കാരണം അവരിങ്ങനെ കണ്ടുകൊണ്ട് നമുക്കൊരു ചെറിയൊരു വറിയിടാവുന്നുണ്ട് കുറെ പേരെ കാണാൻ. ഗുരുവായൂർ നഗരത്തിലെ സ്വകാര്യ പാർക്കിംഗ് ഗ്രൌണ്ടുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് പരാതിയുമായി മുൻ നഗരസഭാ കൌൺസിലർ കെ സുമേഷ് കുമാർ. നഗരസഭ നിശ്ചയിച്ച ലൈസൻസ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ചില സ്വകാര്യ പാർക്കിംഗ് ഗ്രൌണ്ടുകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് സുമേഷ് കുമാറിന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറേ നടയിലെ ഗോകുലം ഗ്രൂപ്പിന് കീഴിലുള്ള പാർക്കിംഗ് ഗ്രൌണ്ടിനെതിരെ ടെമ്പിൾ പോലീസിലും നഗരസഭയിലും പരാതി നൽകിയതായി സുമേഷ് പറഞ്ഞു. പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട നികുതി സംവിധാനങ്ങളിലും ക്രമക്കേടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഇക്കാര്യത്തിൽ ഭീമമായ GST വെട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന സംശയം അന്വേഷിക്കണമെന്നും സുമേഷ് കുമാർ ആവശ്യപ്പെട്ടു. പരാതി ഉന്നയിക്കുന്നവരെ ഗുണ്ടകളെ ഉപയോഗിച്ച് നേരിടുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. വിഷയത്തിൽ കോടതിയെയും സമീപിക്കുമെന്ന് സുമേഷ് കുമാർ വ്യക്തമാക്കി. ഇത് തീർത്തും കുറ്റകരമാണ്. ഭരണ സംവിധാനങ്ങള് ഇതിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കണം. ഗുരുവായൂർ ജയശ്രീ തിയേറ്ററിന് മുൻവശത്തായിട്ടുള്ള ഒരു പാർക്കിങ്ങില് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കണ്ടെത്താൻ ഇടയായി. തുടർന്ന് ബന്ധപ്പെട്ട അധികാരികൾ അത് പരിശോധിച്ചപ്പോൾ യാതൊരു രേഖയും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. വ്യക്തിപരമായിട്ട് ഞാൻ ഇതിനെ കോടതിയെ സമീപിക്കും. അതുപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും. ഭീമമായിട്ടുള്ള GST വെട്ടിപ്പാണ് അവിടെ നടക്കുന്നത്. എങ്ങനെ ആളും തരവും നോക്കിയിട്ട് കുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് വാഹനം തടഞ്ഞു നിർത്തി അവരുടെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് വിടാതെ പൈസ പിടിച്ചു പറിക്കുന്ന ഈ രീതി ഗുരുവായൂരിൽ അനുവദിക്കാവുന്നതല്ല.
നിങ്ങൾ ഓരോരുത്തർ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം. ഇത് തടയാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കാമെന്ന് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു. അതേസമയം ആരോപണങ്ങൾ ഗോകുലം ഗ്രൂപ്പ് നിഷേധിച്ചു. നഗരസഭയുടെ റവന്യൂ വിഭാഗത്തിൽ ആവശ്യമായ തുക അടച്ചാണ് പാർക്കിംഗ് ഗ്രൗണ്ട് പ്രവർത്തിക്കുന്നതെന്നും ആരോഗ്യ വിഭാഗത്തിന്റെ ലൈസൻസിനായി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ഗ്രൂപ്പ് വക്താക്കൾ അറിയിച്ചു. സുമേഷ് കുമാറിന്റെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ റവന്യൂ വിഭാഗത്തിൽ പണം അടയ്ക്കുന്നത് മാത്രം പാർക്കിംഗ് ഗ്രൗണ്ട് നടത്തുന്നതിനുള്ള സമ്പൂർണ്ണ ലൈസൻസായി കണക്കാക്കാനാകില്ലെന്നാണ് നഗരസഭാ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. പാർക്കിംഗ് ഗ്രൗണ്ട് പ്രവർത്തിപ്പിക്കുന്നതിന് ആരോഗ്യ വിഭാഗത്തിന്റെ ലൈസൻസ് ഉൾപ്പെടെയുള്ള ആവശ്യമായ അനുമതികൾ ഉണ്ടായിരിക്കണം. ശുചിമുറി, മാലിന്യ സംസ്കരണ സംവിധാനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളും പാലിച്ചിരിക്കണമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കുന്നംകുളത്ത് പോലീസ് സംഘത്തിന് നേരെ ആക്രമണം. കാപ്പ പ്രതിയും സംഘവും പിടിയിൽ. 2 പോലീസുകാർക്ക് പരിക്കേറ്റു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടാനെത്തിയ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വധശ്രമം അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ഗുരുവായൂർ സ്വദേശി അദീബിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. ചീരംകുളം പാടത്തിന് സമീപം പ്രതിയും സംഘവും ഉണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. പോലീസിനെ കണ്ട പ്രതിയും സംഘവും ആക്രമണം നടത്തുകയായിരുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സിപിഒമാരായ രതീഷ്, ദേവനാരായണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴുത്തിന് പരിക്കേറ്റ സിപിഒ രതീഷ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രതിയായ അദീബ് കാപ്പ പ്രകാരമുള്ള നടപടി നേരിട്ടയാളാണെന്നും കാപ്പ കാലാവധി പൂർത്തിയായ ശേഷം നാട്ടിൽ തിരിച്ചെത്തിയതാണെന്നും പോലീസ് പറഞ്ഞു. വധശ്രമം, ലഹരി വസ്തുക്കളുടെ കച്ചവടം തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പഴഞ്ഞി കോട്ടോലിൽ നിയന്ത്രണം വിട്ട ജീപ്പ് വൈദ്യുതി പോസ്റ്റിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് തകർന്നു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു അപകടം. ആക്കിക്കാവ് ഭാഗത്ത് നിന്ന് പഴഞ്ഞി ഭാഗത്തേക്ക് വരികയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. KSEB ജീവനക്കാരെത്തി വൈദ്യുതി പോസ്റ്റ് മാറ്റിസ്ഥാപിച്ചു. കുന്നംകുളത്തെ ഓണാഘോഷങ്ങളിലെ അനിവാര്യതയായ ഓണത്തല്ല് ശ്രദ്ധേയമായി. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കിയ പ്രത്യേക വേദിയിലാണ് ഓണത്തല്ല് നടന്നത്. പയറ്റി തെളിഞ്ഞ മെയ് അഭ്യാസികളുടെ മാസ്മരിക പ്രകടനം കൊണ്ട് ഓണത്തല്ല് ശ്രദ്ധേയമായി. തെക്കൻചേരി, വടക്കൻചേരി എന്നീ 2 ചേരികളിലായാണ് അഭ്യാസികൾ മെയ് പയറ്റിന് ഇറങ്ങിയത്. വടക്കൻചേരിയെ വാപ്പനു ആശാനും തെക്കൻചേരിയെ മൊയ്തു ആശാനും നയിച്ചു. കുഞ്ഞിവാപ്പു, സുലൈമാൻ എന്നിവർ പയറ്റ് നിയന്ത്രിക്കുന്ന ചായക്കാരന്മാരുമായി. കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് കയ്യാങ്കളി പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. AC മൊയ്തീൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഓണത്തല്ലിനൊപ്പം ഞമനേങ്ങാട് ബോധിധർമ്മ അക്കാദമി ടീമിന്റെ കരാത്തെ ദോ കുംബു ദോ പ്രദർശനവും ഉണ്ടായിരുന്നു. ഓണത്തല്ല് 2 മണി മുതൽ CCTVയിൽ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. എണ്ണങ്ങളൊന്ന് ആവേശം കൊടുക്കുമ്പോഴാണ് നമുക്ക് പൊടിച്ചോദിക്കണം. ഞാൻ പറയുന്നത് ചെറുപ്പക്കാരാണ്, അവർ ആവേശമില്ലാതെ ഒരു മറിമുടിയും കാണാതെ ചന്തത്തിലെ എണ്ണങ്ങൾ. ഞാനിങ്ങനെ ഈ ഓണത്തല്ലിനെ പറ്റിയിട്ട് ഇങ്ങനെ ഗൂഗിളൊക്കെ എടുത്ത് പറയുകയായിരുന്നു, വായിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സമീപകാലത്ത് വരെ മുടക്കമില്ലാതെ ഈ ഓണത്തല്ല് നടന്ന ഏക സ്ഥലം അത് കുന്നംകുളം മാത്രമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ കുറെ നിയമാവലികളുണ്ട് എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. കയ്യിൽ നഖം വളർത്താൻ പാടില്ല, കൈ നിർത്തി മാത്രമേ അടിക്കാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ സംബന്ധിച്ച് കുറെ നിയമാവലികളുണ്ട്. നമ്മളൊന്നും പങ്കെടുത്ത തല്ലിലൊന്നും അങ്ങനെ ഒരു നിയമാവലി ഉണ്ടായിട്ടില്ല. പട്ടിക, ആണി, പിന്നെ ഇരുമ്പ് കെട്ട, പിന്നെ പൈപ്പ്, കുറുവടി ഒക്കെ ആയിട്ടുള്ള പരിപാടികളൊക്കെയാണ് നമ്മൾ പങ്കെടുത്തത്. അതിന്റെ മുഴുവൻ പരിക്കും മുഴുവൻ പാടും ഒക്കെ ശരീരം മുഴുവൻ ഉണ്ടതാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ ഒരു മത്സരം എന്ന നിലയിൽ കാണുമ്പോൾ ഒരു കൗതുകമാണ്. ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്മിറ്റികളൊക്കെയാണ് ജില്ലയിലെ വിവിധങ്ങളായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിന്റെ പട്ടികയിലേക്ക് ഈ ഓണത്തിനെ കൂടി ഉൾപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ അതുകൂടി നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് എന്നോട് സൂചിപ്പിക്കുകയാണ്. പാലുവായിലെ സ്ഥിരം കുറ്റവാളി റോഷനെതിരെ കാപ്പ ചുമത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. തിരുവോണ ദിവസം മദ്യപിച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ കോൺഗ്രസ് പ്രവർത്തകനായ റോയ് നീലങ്കാവിലിനെ ആക്രമിച്ച കേസിലെ പ്രതിയും സ്ഥിരം കുറ്റവാളിയുമായ റോഷനെതിരെ കാപ്പ ചുമത്തണമെന്ന് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയും തൈക്കാട് മണ്ഡലം കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. മൂവർണ്ണ കൊടി
റോയ് നീലങ്കാവിലിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പാലുവായ് കാർഗിലിൽ പ്രതിഷേധയോഗവും പ്രകടനവും സംഘടിപ്പിച്ചു. പ്രതിഷേധയോഗം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലമായി ചാവക്കാട്ടെ പോലീസ് കാപ്പ ചുമത്തേണ്ട പ്രതിയെ കാപ്പ ചുമത്താതെ CPMന്റെ ചിറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ പ്രതിയെ കാപ്പ ചുമത്തണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഈ രാജ്യത്ത് ഒരു സാമൂഹ്യ ദ്രോഹിയായ ഈ റോഷൻ എന്ന് പറയുന്ന മനു എന്ന് പറയുന്ന റോഷൻ, അതൊരു സാമൂഹ്യ ശല്യമാണ്. ഈ കാർഗിലിന്റെ പൊതു ശല്യമാണ്. അയാളെ കാപ്പ ചുമത്തി തുറങ്കലടയ്ക്കുവാൻ ചാവക്കാട് പോലീസ് തയ്യാറായില്ലെങ്കിൽ ചാവക്കാട് പോലീസോട് സൂചിപ്പിക്കുന്നു, ആഭ്യന്തരമന്ത്രി പിണറായി വിജയനല്ല, രമേശ് ചെന്നിത്തലയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. LDF അല്ല, UDF ആണ്. UDFന്റെ ഭരണത്തിന്റെ ഗുണം ചാവക്കാട്ടെ പോലീസ് തിരിച്ചറിയുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് തൈക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് BV ജോയ് അധ്യക്ഷനായി. DCC സെക്രട്ടറി AT സ്റ്റീഫൻ മാസ്റ്റർ, പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, പാവർട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ, സേവാദൾ ജില്ലാ ചെയർമാൻ PD റപ്പായി, തൈക്കാട് മേഖലയിലെ കൗൺസിലർമാരായ ജോയ് ചെറിയാൻ, ജലീൽ പണിക്കവീട്ടിൽ, MV ബിജു, മഹറൂഫ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജെറോം ബാബു, ധനേഷ് ചുള്ളിക്കാട്ടിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു. പാലുവായ് കാർഗിൽ പ്രദേശത്ത് നിരന്തരമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും സാധാരണക്കാർക്ക് ശല്യമായി മാറുകയും ചെയ്യുന്ന നിരവധി കേസുകളിൽ പ്രതിയായ റോഷൻ എന്ന മനുവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ചാവക്കാട് പോലീസ് സ്വീകരിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലമായി പാലുവായ് കാർഗിൽ മേഖലയിൽ CPM നേതൃത്വത്തിന്റെ ഒത്താശയോടെ ഗുണ്ടാപ്രവർത്തനങ്ങൾ വളർന്നുവരികയാണെന്നും ഭരണം മാറിയിട്ടും ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇവർക്കു വേണ്ടി ഒത്താശ ചെയ്യുന്ന സാഹചര്യമാണുള്ളതെന്നും കോൺഗ്രസ് ആരോപിച്ചു. ആക്രമണത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായ റോയ് നീലങ്കാവിലിന് ഗുരുതരമായ പരിക്കേറ്റിട്ടും സംഭവത്തിന്റെ ഗൗരവത്തിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ പോലീസ് ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയതായും കോൺഗ്രസ് ആരോപിച്ചു. മുഹമ്മദ് ജിഫ്രി, RV ഫൈസൽ, ചാക്കോ ചക്കങ്കണ്ടം, റാഷിദ് എളവള്ളി, കോയ പോക്കാക്കില്ലത്ത്, പീറ്റർ CA, മജീദ് പടുവിങ്കൽ, റജി വിളക്കാട്ടുപാടം, ജിൽസ് തോമസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ചൂണ്ടൽ പഞ്ചായത്തിലെ പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നത് നിർബാധം തുടരുന്നു. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായി പൊതുനിരത്തുകൾക്കരികിലായാണ് മാലിന്യം തള്ളുന്നത്. സംസ്ഥാനത്ത് ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണവും ശുചിത്വവും ഉറപ്പാക്കിക്കൊണ്ട് മാലിന്യമുക്തം നവകേരളം എന്ന പേരിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടുള്ള പദ്ധതിക്ക് കഴിഞ്ഞ സർക്കാർ തുടക്കം കുറിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യം വേർതിരിച്ച് സ്വീകരിക്കുന്നതും തുടർന്നു വരുന്നുണ്ട്. എന്നാൽ ചില സാമൂഹ്യ വിരുദ്ധർ ഇപ്പോഴും മാലിന്യം തെരുവിൽ വലിച്ചെറിയുന്നത് നിർബാധം തുടരുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ചൂണ്ടൽ പഞ്ചായത്തിലെ പല മേഖലകളിലും കെട്ടിക്കിടക്കുന്ന മാലിന്യം. കേച്ചേരി പട്ടിക്കര റോഡ്, തലക്കോട്ടുകര റോഡ്, കേച്ചേരി ആളൂർ റോഡിലെ പെരുമണ്ണ് പാടശേഖര പരിസരം, ചൂണ്ടൽ ആശുപത്രി റോഡ് തുടങ്ങിയ മേഖലകളിലാണ് മാലിന്യം തള്ളുന്നത് പതിവായിട്ടുള്ളത്. റോഡരികിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിലേക്കും ചാക്കുകളിലും പ്ലാസ്റ്റിക് കവറുകളിലുമാക്കിയാണ് മാലിന്യം വലിച്ചെറിയുന്നത്. ആരോഗ്യ വിഭാഗത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് പൊതുയിടങ്ങളിലെ മാലിന്യം തള്ളുന്നതിലേക്ക് നയിക്കുന്നത്. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്തതാണ് മാലിന്യം തള്ളുന്നതിന് കാരണമാകുന്നത് എന്നും പറയുന്നു. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് കർശന നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലയിലേക്ക് മാലിന്യം തള്ളുന്നത് വ്യാപിപ്പിക്കും എന്നതിൽ തർക്കമില്ല. ചാവക്കാട് നഗരസഭയുടെയും ബീച്ച് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടിയായ തീരപ്പെരുമ 2026 ചാവക്കാട് ബീച്ചിൽ തുടക്കമായി. വ്യാഴം വെള്ളി ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് മണത്തല മടക്കടവിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ MLA NK അക്ബർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ, വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, കൌൺസിലർമാരായ KH സലാം, P A ദീന്ദ്രദാസ്, ഷീജ പ്രശാന്ത്, KP രഞ്ജിത്ത്, ലിഷ മട്രങ്കോട്ട്, സഫൂറ ബക്കർ, ഹിബ മിഷിഹാദ് തുടങ്ങിയ ജനപ്രതിനിധികളും സാംസ്കാരിക പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തുടർന്ന് 7 മണിക്ക് സ്റ്റാർ സിംഗർ താരങ്ങളായ ബിപിൻ നാഥ്, പാർവതി അനീഷ് എന്നിവർ നയിച്ച S ജാനകിയമ്മ സമർപ്പണം സംഗീത നിശയും ഉണ്ടായി. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് പ്രശസ്ത കലാകാരൻ KS പ്രസാദ് അവതരിപ്പിക്കുന്ന കൊച്ചിൻ ഗിന്നസ് മെഗാ ഷോ അരങ്ങേറും.
സഭാതർക്കം നിലനിൽക്കുന്ന ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളി സെമിത്തേരിയിൽ യാക്കോബായ കുടുംബത്തിന്റെ കല്ലറയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടയാളുടെ മൃതദേഹം അനുമതിയില്ലാതെ സംസ്കരിച്ചതായി യാക്കോബായ വിഭാഗം കൂറ്റനാട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അരിമ്പൂർ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കുടുംബക്കല്ലറയിൽ കഴിഞ്ഞ ഞായറാഴ്ച നിര്യാതയായ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട പുലിക്കോട്ടിൽ കുഞ്ഞപ്പു ഭാര്യ കുഞ്ഞാണിയുടെ മൃതദേഹം ഓഗസ്റ്റ് 24-ന് സംസ്കരിച്ചതായാണ് പരാതി. അരിമ്പൂർ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കുടുംബക്കല്ലറയിൽ കഴിഞ്ഞ ഞായറാഴ്ച നിര്യാതയായ ഓർത്തഡോക്സ് സഭാവിശ്വാസിയുടെ മൃതദേഹം ഓഗസ്റ്റ് 24-ന് സംസ്കരിച്ചതായാണ് പരാതി. ഇടവകാംഗമായിരുന്ന അരിമ്പൂർ പരേതനായ ഫാദർ ജെയിംസ് ഡേവിഡ് കശീശായുടെയും പള്ളി സെക്രട്ടറി ടൈറ്റസ് ഡേവിഡിന്റെയും മാതാപിതാക്കളായ എ.വി. ഡേവിഡിനെയും ലില്ലി ഡേവിഡിനെയും നേരത്തെ സംസ്കരിച്ചിരുന്ന കല്ലറയിലാണ് ബന്ധുക്കളുടെ അനുമതിയോ സമ്മതമോ ഇല്ലാതെ ഓർത്തഡോക്സ് വിഭാഗം സംസ്കാരം നടത്തിയതെന്ന് കുടുംബാംഗങ്ങളും യാക്കോബായ വിഭാഗം ഭരണസമിതിയും ആരോപിച്ചു. എ.വി. ഡേവിഡിനെ 2011 ഫെബ്രുവരി 18-നും ലില്ലി ഡേവിഡിനെ 2022 ഡിസംബർ 19-നുമാണ് ഇവിടെ സംസ്കരിച്ചത്. ബുധനാഴ്ച യാക്കോബായ വിഭാഗത്തിലെ മറ്റൊരംഗത്തിന്റെ സംസ്കാര ചടങ്ങിനായി സെമിത്തേരിയിലെത്തിയപ്പോഴാണ് കുടുംബവും പള്ളി ഭാരവാഹികളും കല്ലറയിൽ പുതിയ സംസ്കാരം നടത്തിയ വിവരം ശ്രദ്ധിക്കുന്നത്. സംഭവത്തിൽ ടൈറ്റസ് ഡേവിഡ് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ SHOയ്ക്ക് പരാതി നൽകി. കല്ലറ തുറന്ന് മൃതദേഹം സംസ്കരിക്കുന്നതിനിടെ അഴുകിയ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നതായി കുഴിയെടുത്ത തൊഴിലാളി അറിയിച്ചിരുന്നുവെന്നും ഇക്കാര്യം ഓർത്തഡോക്സ് വിഭാഗത്തിലെ കൈസ്ഥാനിമാരിൽ ഒരാളെ അറിയിച്ചിരുന്നതായും എന്നാൽ മറ്റൊരു കൈസ്ഥാനിയും മുൻ സെക്രട്ടറിയും പരേതയുടെ ഭർത്താവും ചേർന്ന് വൈദികന്റെ മാതാപിതാക്കളുടെ കല്ലറയിൽ തന്നെ സംസ്കാരം നടത്താൻ തൊഴിലാളിയെ നിർബന്ധിച്ചതായും ഇവർ ആരോപിച്ചു. ടൈറ്റസ് ഡേവിഡ് ഇടവകയുടെ ആചാരപ്രകാരം 10,000 രൂപ നൽകി കുടുംബക്കല്ലറയ്ക്കായി 2012-ൽ വാങ്ങിയിട്ടുള്ളതാണ്. കല്ലറയുടെ നിലവിലെ അവസ്ഥയുടെ ചിത്രങ്ങളും വീഡിയോകളും പോലീസ് ശേഖരിക്കണമെന്നും കുടുംബത്തിന്റെ അനുമതിയില്ലാതെ തുടർ സംസ്കാരങ്ങളോ കല്ലറയിൽ മാറ്റങ്ങളോ ഉണ്ടാകുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നും ഇടവക ആവശ്യപ്പെട്ടു. അനധികൃത പ്രവേശനം, ഭീഷണിപ്പെടുത്തൽ, രേഖകളിൽ കൃത്രിമം തുടങ്ങിയ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും 2020-ലെ കേരള റൈറ്റ് ടു ബറിയൽ ഓഫ് കോർപ്സ് ഇൻ ക്രിസ്ത്യൻ സെമിത്തേരി നിയമത്തിന്റെയും ബന്ധപ്പെട്ട കോടതി ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നും ബുധനാഴ്ച സംസ്കരിച്ച മൃതശരീരം മറ്റൊരിടത്തേക്ക് മാറ്റി അരിമ്പൂർ കുടുംബക്കല്ലറ പഴയ രീതിയിൽ നിലനിർത്തണമെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടു. ചാലിശ്ശേരി പള്ളിയിലത്തെ അച്ഛനായിരുന്നു. ഈ അച്ഛൻ മരിച്ചപ്പോഴും ഇവരെ അടക്കുവാൻ ക്രമസമാധാന പ്രശ്നമായിട്ട് അത് അടക്കുവാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അച്ഛനെയും എൻ്റെ കുടുംബത്തെയും അപമാനിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അകത്ത് മറ്റൊരു കാര്യം അപ്പൊ അത് വൈരാഗ്യം തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇത് മാത്രം ഉണ്ടായിട്ടുള്ളത്. അവർക്ക് അവരുടേതായ മറ്റു ട്രസ്റ്റ് കാണിച്ചു കൊടുത്തു, അപ്പുറത്ത് വെച്ചോ എന്ന് പറഞ്ഞ് സ്ഥലം കാണിച്ചു കൊടുത്തു. മാത്രമല്ല അവിടെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവര് ഈ ബോഡി ഇവിടെ കൊണ്ടു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം അതിന് കളിയാക്കുന്ന രീതിയിലാണ് അവർ അത് ചെയ്തിരിക്കുന്നത്. എന്നെ എൻ്റെ കുടുംബത്തെ അച്ഛൻ്റെ ഫാമിലിയെ മൊത്തം കളിയാക്കുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. കല്ലറയിലെ മൃതശരീരം മാറ്റിയ സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, MLA, MP, ജില്ലാ കളക്ടർ, റവന്യൂ ഉദ്യോഗസ്ഥർ, ജില്ലാ പോലീസ് മേധാവി, വില്ലേജ് ഓഫീസർ എന്നിവർക്ക് ഇടവക പരാതി നൽകിയതായും വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ വ്യക്തമാക്കി. ആ മൃതശരീരം അടക്കിയിരിക്കുന്ന സ്ഥലം ഇടിച്ച് നിരപ്പാക്കിയത് റോഡായിട്ട് മാറ്റുവാനായിട്ടൊക്കെ അവർ ശ്രമിച്ചു. അത് ഇപ്പോഴും അങ്ങനെ റോഡായിട്ടാണ് കിടക്കുന്നത്. അടക്കപ്പെട്ട ആളുടെ കാരണം പിൻതലമുറയ്ക്ക് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം അവിടെയുണ്ട്. ഇപ്പോൾ ആ സെമിത്തേരിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. അവിടെ ഒരാളെ അടക്കം ചെയ്താൽ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഒരു കുരിശു വെക്കുകയും അവിടെ അവരുടെ പേരും അവരുടെ ജനന തീയതിയും മരണ തീയതി, അവരുടെ വീട്ടുപേര്, അതിയായ ഫലകങ്ങൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ആ രീതി അനുസരിച്ച് അവിടെ സ്ഥാപിച്ചാൽ അത് നശിപ്പിക്കുന്നത് കൊണ്ട് ഈ കാട് കയറി കടന്നു കഴിയുമ്പോൾ ഈ മണ്ണ് ഊന കൂട്ടി കബറടക്കിയിരിക്കുന്നത് കൊണ്ടും അത് പിന്നീട് മഴയും മറ്റുമൊക്കെ വരുമ്പോൾ ഒലിച്ചു പോവുകയും ഭൂമി സമഭൂമിയായി കിടക്കുമ്പോൾ അപ്പനെ അല്ലെ അമ്മയെ അല്ലെങ്കിൽ സഹോദരനെ, മക്കളെ എവിടെയാണ് അടക്കിയതെന്ന് ഈ വിശ്വാസികൾക്ക് കയറി ചെന്നാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷവും അവിടെ ഇപ്പോൾ നിലവിൽ നിൽപ്പുണ്ട്. ഓണത്തിന്റെ സന്ദേശം പല രീതിയിലും പുതുമയാർന്ന കൊടുക്കൽ വാങ്ങലുകളിലൂടേതായിരുന്നു. ഓണവില്ലും ഓണക്കത്തിയും പോലെ അടിസ്ഥാന തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾ ഓണക്കാലത്ത് വീടുകളിലെത്തിയിരുന്നു. അതെല്ലാം ഇന്ന് ഓണത്തിന്റെ സ്മൃതികളിൽ ഉറങ്ങുന്നു. ചെറുബാല്യങ്ങൾക്ക് അനുഭവാതീതമായ ഓണസഞ്ചി പുതുതലമുറയ്ക്ക് നൽകി ഓണത്തിന്റെ സന്ദേശം നൽകുകയാണ് വേലൂർ ചെറുവത്തൂർ ദേവസ്വി ഭാര്യ CV ഓമന.
പൂവിളികൾ നിലച്ചുപോയ കാലഘട്ടത്തിൽ ജനിക്കേണ്ടി വന്ന കുട്ടികൾക്ക് ഓണസഞ്ചി സമ്മാനിച്ചുകൊണ്ടാണ് ഓമന പഴയകാല ഓണത്തിന്റെ മിത്തുകളും ഐതിഹ്യങ്ങളും പകർന്നു നൽകിയത്. വരവു പൂക്കൾ കൊണ്ട് പൂക്കളമിടുന്ന പുതുതലമുറയ്ക്ക് ഓണത്തിന്റെ പട്ടുകോണകവും ഓണവില്ലും ഓണക്കത്തിയും ഓണപ്പലകയും കേട്ടുകേൾവിയില്ലാത്തതാണ്. തിരുവോണത്തിന് മുമ്പ് വീട് വീടാന്തരം കയറിയിറങ്ങി നെല്ലോ അരിയോ പണമോ പ്രതിഫലമായി സ്വീകരിച്ച പെരുവണ്ണാന്മാർ കുട്ടികൾക്കായി ഒരുക്കി നൽകുന്ന ഓണസഞ്ചിയും ഒരു കാലഘട്ടത്തിന്റെ മായാത്ത ഓർമ്മയായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. കുരുന്നുകളിൽ സമ്പാദ്യശേഖരണം ശീലിപ്പിക്കുന്ന പഴമക്കാരുടെ വിദ്യ കുട്ടിസഞ്ചികളിൽ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് ഓണസഞ്ചി സമ്മാനിച്ച് CV ഓമന പഠിപ്പിക്കുകയാണ്. പൂവിളികളും പൂക്കുടയുമായി പാടത്തും തൊടിയിലും നിന്നും അറുത്തെടുത്ത പൂക്കൾ കൊണ്ട് പൂക്കളമിട്ടിരുന്ന കാലത്തെ ഓർമ്മിപ്പിച്ച് ഓണക്കാല സംസ്കാരത്തെയും തനിമയെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഓമന ഇവർക്ക് ഗുരുവായിത്തീരുന്നത്. കാർഷിക സംസ്കാരം ശോഷിച്ചതോടെ ഓണക്കാഴ്ചകൾ ഇല്ലാതാവുകയും ആചാരങ്ങളും ആഘോഷങ്ങളും വെറും ചടങ്ങുകളായി ശുഷ്കിച്ചു പോകുന്നുവെന്ന സത്യമാണ് ഓണസഞ്ചിയിലൂടെ പകർന്നു നൽകുന്നത്. ഗുരുവായൂർ YMCA വനിതാ ഫോറം ഓണാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭ ഫ്രീഡം ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ LF കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ CJ ബെൻസി ഉദ്ഘാടനം ചെയ്തു. വനിതാ ഫോറം പ്രസിഡന്റ് ടെസ് ജേസൺ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ മുഖ്യാതിഥിയായി. രാഖി ഷാജൻ, ജോസി ജേസൺ, ആനി ജോസ് ചീരൻ, ലിമ യേശുദാസ്, ലാങ്കോസ് ചക്രമാക്കിൽ, ലോറൻസ് നീലങ്കാവിൽ, ജോസ് ലൂയിസ് തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡയാലിസിസ് ഫണ്ട് വിതരണം ചെയ്തു. വിവിധ മത്സരങ്ങളും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി DYFI കരിയന്നൂർ യൂണിറ്റ് ഓഗസ്റ്റ് 3 മുതൽ ആരംഭിച്ച ഗ്രാമീണോത്സവം സമാപിച്ചു. വിവിധ കലാപരിപാടികൾക്ക് ശേഷം നടന്ന സമാപന പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി രക്ഷാധികാരി KK സിദ്ദിഖ് അധ്യക്ഷനായി. പ്രശസ്ത ഗായകൻ ചാർലി മുഖ്യാതിഥിയായി. സംഘാടക സമിതി ചെയർമാൻ TR ഉദയൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, DYFI മേഖലാ കമ്മിറ്റി സെക്രട്ടറി MV വിനീത്, TR ചന്ദ്രൻ, ഷിജിത്ത്, വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കരിയന്നൂരിലെ കർഷകരെ ആദരിച്ചു. SSLC +2 വിജയികളെ അനുമോദിച്ചു. അമ്മമാർക്കുള്ള ഓണക്കോടി വിതരണവും ഉണ്ടായി. തുടർന്ന് വള്ളുവനാട് കൃഷ്ണ കലാനിലയത്തിന്റെ ഫോക്ക് മെഗാ ഷോ ഞാറ്റുപാട്ട് അരങ്ങേറി. ഗ്രാമീണോത്സവത്തിന്റെ ഭാഗമായി വീരനാട്യം ഉൾപ്പെടെ വിവിധ കലാകായിക മത്സരങ്ങളും നടന്നിരുന്നു. മന്നലാംകുന്ന് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഫുട് ഓവർ ബ്രിഡ്ജ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ജനപ്രതിനിധികൾക്ക് തീരദേശ സംരക്ഷണ സമിതി പ്രസിഡന്റ് ആലത്തിയിൽ മൊയ്തുണ്ണി നിവേദനം നൽകി. മന്നലാംകുന്നിൽ നിർമ്മിക്കേണ്ട അടിപ്പാത ചില തൽപര കക്ഷികളുടെ ശ്രമഫലമായിട്ടാണ് ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ചത്. അത്തരം ആളുകൾക്ക് കൂട്ടുനിന്നവരാണ് ഇപ്പോൾ ഫുട് ഓവർ ബ്രിഡ്ജ് ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ്, പുന്നയൂർ, പുന്നയൂർകുളം പഞ്ചായത്തുകൾ, പുന്നയൂർ വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ, ഗുരുവായൂർ അമ്പലം, വടക്കേക്കാട്, വയലത്തൂർ ക്രിസ്ത്യൻ പള്ളികൾ തുടങ്ങി നിരവധി ഹോസ്പിറ്റലുകൾ, കിഴക്കുഭാഗത്തുള്ളവർക്ക് പൊന്നാനിയിലേക്കുള്ള ബസ് യാത്ര എന്നിവയ്ക്ക് ഫുട് ഓവർ ബ്രിഡ്ജ് അനിവാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് മന്നലാംകുന്ന് അനുവദിച്ച മേൽപ്പാലം മാറ്റി സ്ഥാപിക്കരുതെന്ന് കാണിച്ച് ജനപ്രതിനിധികളായ NK അക്ബർ MLAയ്ക്കും പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീമിനും വാർഡ് മെമ്പർ TA ആയിഷയ്ക്കും തീരദേശ സംരക്ഷണ സമിതി പ്രസിഡന്റ് ആലത്തിയിൽ മൊയ്തുണ്ണി നിവേദനം നൽകിയത്. ചാവക്കാട് ജില്ലാ പഞ്ചായത്തും കറുകമാട് കലാസാംസ്കാരിക വേദിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള കറുകമാട് മുല്ലപ്പുഴ ജലോത്സവം 30-ന് നടക്കുമെന്ന് ഭാരവാഹികളായ A അബ്ദുറഹീം, AK ഫയാസ്, RS ഷെരീഫ്, KMS കബീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കറുകമാട് മുല്ലപ്പുഴയിൽ 30-ന് ഉച്ചയ്ക്ക് 1-ന് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് VM മനാഫ് അധ്യക്ഷനാകും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സമ്മാനദാനം നിർവഹിക്കും. 7 വള്ളങ്ങൾ A ഗ്രേഡിലും 9 വള്ളങ്ങൾ B ഗ്രേഡിലും മത്സരിക്കും. ജില്ലാ പഞ്ചായത്ത് 2 ലക്ഷം രൂപയാണ് വള്ളം കളിക്ക് നൽകുന്നതെന്ന് KKSV പ്രസിഡന്റ് A അബ്ദുറഹീം പറഞ്ഞു. കൊടുങ്ങല്ലൂർ ഭരണിക്കാഴ്ച എന്ന പേരിൽ ഷാജി പട്ടിക്കര സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിക്ക് സ്വാമി വിവേകാനന്ദ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് സെലക്ഷൻ ലഭിച്ചു. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളുടെയും ഉത്സവങ്ങളുടെയും ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന കൊടുങ്ങല്ലൂർ ഭരണിക്കാഴ്ച എന്ന ഡോക്യുമെന്ററിക്ക് കൊൽക്കത്തയിൽ സെപ്റ്റംബർ 4 മുതൽ 12 വരെ നടക്കുന്ന സ്വാമി വിവേകാനന്ദ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്കാണ് സെലക്ഷൻ ലഭിച്ചത്. ഫ്രെയിം ടു ഫ്രെയിം ഫിലിമിന്റെ ബാനറിൽ മധുസൂദനൻ മാവേലിക്കരയും ഫുൾമാർക്ക് സിനിമയുടെ ബാനറിൽ ജഷീദ ഷാജിയും സംയുക്തമായി നിർമ്മിക്കുന്ന കൊടുങ്ങല്ലൂർ ഭരണി കാഴ്ച സംവിധാനം ചെയ്തിരിക്കുന്നത് എഴുത്തുകാരനും മലയാള ചലച്ചിത്ര രംഗത്തെ ശ്രദ്ധേയനായ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കരയാണ്. പ്രമുഖ നടൻ ഇന്ദ്രൻസാണ് ഡോക്യുമെന്ററിയുടെ നരേഷൻ നടത്തിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകനും സിനിമാ PROയുമായ PR സുമേരനാണ് ഡോക്യുമെന്ററിയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്.
കേരളത്തിലെ ശാക്തേയ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രബലമായ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ക്ഷേത്രത്തിലെ പ്രധാന ആചാരമായ കൊടുങ്ങല്ലൂർ ഭരണി, അശ്വതി കാവുതീണ്ടൽ തുടങ്ങി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ ചിത്രീകരിക്കുന്നതാണ് ഡോക്യുമെന്ററി. ഫഹദ് അബ്ദുള്ളയാണ് ക്യാമറ. അയൂബ് ഖാൻ എഡിറ്റിംഗും അരുൺ വർമ്മ സൗണ്ട് ഡിസൈനും നിർവഹിച്ചിരിക്കുന്നു. സൗണ്ട് മിക്സിംഗ് ഹരിനാരായണൻ, നരേഷൻ ഇന്ദ്രൻസ്, പ്രൊഡക്ട് ഡിസൈനർ അജയ് ജോസഫ്, സബ് ടൈറ്റിൽസ് നിസാം അസാഫ്, സ്റ്റിൽസ് AK ബിജുരാജ്, പോസ്റ്റർ ഡിസൈൻ മനോജ് തുടങ്ങിയവരാണ് ഡോക്യുമെന്ററിയുടെ അണിയറ പ്രവർത്തകർ. അകലാട് യൂത്ത് ബ്രിഗേഡ് കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അനിൽ നഗറിൽ വെച്ച് നടത്തിയ പരിപാടി MES പൊന്നാനി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും പുരോഗമന കലാസാഹിത്യ സംഘം മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റുമായ റിയാസ് പഴനി ഉദ്ഘാടനം ചെയ്തു. TS സജീഷ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം V സമീർ മുഖ്യാതിഥിയായി. യൂത്ത് ബ്രിഗേഡ് രക്ഷാധികാരി TV ശശിധരൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ നാട്ടിലെ വിദ്യാഭ്യാസ കലാകായിക ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ആദരിച്ചു. തുടർന്ന് കലാകായിക മത്സരങ്ങൾ അരങ്ങേറി. TA ആനന്ദ് സ്വാഗതവും റിജിൽ നന്ദിയും പറഞ്ഞു. TS സനീഷ്, യദുകൃഷ്ണ, ഷിമ, ഗ്രീഷ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് മർച്ചന്റ്സ് ഓണം പൊന്നോണം 28-29 തീയതികളിൽ കുട്ടുങ്ങൽ ചത്തുരത്തിൽ നടത്തുമെന്ന് ഭാരവാഹികളായ KV അബ്ദുൽ ഹമീദ്, ജോജി തോമസ്, KK സേതുമാധവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കലാകായിക മത്സരങ്ങൾ നടത്തും. രാവിലെ മുതൽ പൂക്കളം, തിരുവാതിരക്കളി, വടംവലി എന്നിവയിൽ മത്സരവും 29-ന് മലയാളി മങ്ക മത്സരവും നടക്കും. വൈകിട്ട് 4:30-ന് സാംസ്കാരിക സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെ മെഗാ മ്യൂസിക് നൈറ്റ് ഉണ്ടാകും. KN സുധീർ, PS അക്ബർ, AS രാജൻ, അബ്ദുൾ ജാഫർ എന്നിവർ അറിയിച്ചു. 29-ന് ഉറിയടി, കസേരക്കളി തുടങ്ങി മത്സരങ്ങളും അരങ്ങേറും. ഓണാഘോഷം 28-29 തീയതികളിൽ അതിവിപുലമായ രീതിയിൽ നടത്തപ്പെടുകയാണ്. 28-ാം തീയതി പൂക്കള മത്സരം, തിരുവാതിരകളി മത്സരം, വടംവലി മത്സരം, ഇങ്ങനെ 3 ഇനങ്ങളാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. 29-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ബഹുമാന്യനായ MLA NK അക്ബർ പ്രസ്തുത യോഗം ഉദ്ഘാടനം ചെയ്യും. അതിൽ മുഖ്യാതിഥിയായി മുനിസിപ്പൽ ചെയർപേഴ്സൺ H അക്ബർ, പ്രതിപക്ഷ നേതാവ് ഗോപ്രതാപൻ, അതുപോലെ തന്നെ നമ്മുടെ വാർഡിന്റെ കൗൺസിലർമാർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള ആളുകൾ, നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കും. കണ്ടാണിശ്ശേരി മ്യൂസിക് ആർട്സ് സെന്ററിന്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് MK അർജുനൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം സംസ്ഥാനതല ഗാനാലാപന മത്സരം അർജുനഗീതം ഓഗസ്റ്റ് 30-ന് നടക്കും. മത്സരങ്ങൾ കണ്ടാണിശ്ശേരി മാർക്ക് ഹാളിൽ രാവിലെ 9-ന് ആരംഭിക്കും. 10 വയസ്സ് മുതൽ 20 വരെയും 21 മുതൽ 50 വയസ്സ് വരെയും 2 വിഭാഗങ്ങളിലായാണ് മത്സരം. വിജയികളായ 2 വിഭാഗങ്ങളിലെയും 1ഉം 2ഉം 3ഉം വിജയികൾക്ക് സെപ്റ്റംബർ 5-ന് നടക്കുന്ന മാർക്ക് 15ാം വാർഷികാഘോഷ ചടങ്ങിൽ പിന്നണി ഗായകരായ കൃഷ്ണചന്ദ്രൻ, ലതിക, സംഗീത സംവിധായകൻ മോഹൻ സിത്താര എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. തുടർന്ന് വെള്ളിച്ചില്ലും വിതറി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഗാനസന്ധ്യയിൽ പിന്നണി ഗായകർക്കൊപ്പം വിജയികൾക്ക് പാടാനുള്ള അവസരവും ഉണ്ടാകും. പനന്തറ ഉരുളുമ്മൽ മസ്ജിദ് കമ്മിറ്റിയും നൂറുൽ ഹുദ മദ്രസ കമ്മിറ്റിയും സംയുക്തമായി നടത്തിയ നബിദിനാഘോഷം വർണ്ണാഭമായി. മസ്ജിദ് പരിസരത്ത് സാലിഹ് തങ്ങൾ പതാക ഉയർത്തി നബിദിന ആഘോഷ റാലിക്ക് തുടക്കം കുറിച്ചു. മസ്ജിദ് ഖത്തീബ് ഹംസ ഫൈസി പ്രാർത്ഥന നടത്തി. കുട്ടികളുടെ ദഫ്, സ്കൌട്ട്, ഫ്ലവർ ഷോ എന്നിവയും പൂർവ്വ വിദ്യാർത്ഥികളും മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും റാലിയിൽ അണിനിരന്നു. വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ റാലിക്ക് സ്വീകരണം നൽകി. മധുരപാനീയ പലഹാരങ്ങൾ വിതരണം ചെയ്തു. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് റാലി സഞ്ചരിച്ച് പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് മൗലീദ് പാരായണവും അന്നദാനവും ഉണ്ടായിരുന്നു. മദ്രസ ഗ്രൗണ്ടിൽ നടത്തിയ കുട്ടികളുടെ കലാപരിപാടി ഹസൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് TP അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. വാലിയിൽ അബ്ദുറഹ്മാൻ, സയ്യിദ് മുഹമ്മദ്, ഔസൽ, അക്ബർ, കമാൽ തുടങ്ങിയവർ പങ്കെടുത്തു. മത്സരത്തിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,940 രൂപ, പവന് 1,19,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചരമം. ഗുരുവായൂർ കാവീട് പരേതനായ ചീരൻ തോമസ് ഭാര്യ മാർഗരറ്റ് നിര്യാതയായി. 69 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് കാവീട് സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ജെയ്സൺ, സിമി, സിസ്റ്റർ റോസ്മി തോമസ് എന്നിവർ മക്കളാണ്.
വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. നേപ്പാളിലെ പ്രളയ ദുരന്തം കൺമുന്നിൽ കണ്ട നടുക്കത്തിൽ വേലൂർ സ്വദേശി ആൽബിനും ഗ്ലാഡ്വിനും. കാഠ്മണ്ഡുവിൽ നിന്ന് പൊഖാറ വഴി പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ മിന്നൽ പ്രളയം ഉണ്ടായത്. ഇരുവരും സുരക്ഷിതം. ഗുരുവായൂർ നഗരത്തിലെ സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് പരാതിയുമായി മുൻ നഗരസഭാ കൌൺസിലർ കെ സുമേഷ് കുമാർ. നഗരസഭ നിശ്ചയിച്ച ലൈസൻസ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ചില സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ പ്രവർത്തിക്കുന്നതെന്ന് സുമേഷ് കുമാറിന്റെ ആരോപണം. കുന്നംകുളത്ത് പോലീസ് സംഘത്തിന് നേരെ ആക്രമണം. കാപ്പപ്രതിയും സംഘവും പിടിയിൽ. 2 പോലീസുകാർക്ക് പരിക്ക്. വധശ്രമമടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ഗുരുവായൂർ സ്വദേശി അദീബിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. പാലുവായിലെ സ്ഥിരം കുറ്റവാളി റോഷനെതിരെ കാപ്പ ചുമത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. തിരുവോണ ദിവസം കോൺഗ്രസ് പ്രവർത്തകനായ റോയ് നീലങ്കാവലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.